ശരി, അഭിനന്ദ് തുടരണം. ഈ എപ്സ്റ്റീൻ ഫയൽസ് വിവാദത്തിനിടെ പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോവുകയാണല്ലോ. അടുത്തയാഴ്ചയായിരിക്കും സന്ദർശനം എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തൊക്കെ വിഷയങ്ങളാകും ചർച്ചയാവുക എന്നതും നിർണായകമാണ്. വിനീത സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു തവണ ഇസ്രായേലിൽ സന്ദർശനത്തിന് പിന്നാലുള്ള വിവാദങ്ങളാണ് ഇപ്പോൾ കൊടുമ്പിരി കൊണ്ടിരിക്കുന്നത്. എപ്സ്റ്റീൻ ഫയലുകളുമായി ബന്ധപ്പെട്ട ചില വിവാദ പരാമർശം കഴിഞ്ഞ തവണ 2017 ആദ്യമായിട്ട് ഇസ്രായേലിലേക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്ന ആ സമയത്തായിരുന്നു. അത് ജെഫ്രി എപ്സ്റ്റീന്റെ നിർദ്ദേശപ്രകാരമാണ് സന്ദർശനം നടത്തിയെന്നുള്ള ഒരു ഭാഗമാണ് ഇപ്പോൾ വിവാദമായിരിക്കെ വീണ്ടും പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോവുകയാണ്. ഈ മാസം 24, 25 തീയതികളിൽ സന്ദർശനം നടത്തുമെന്ന് ബെഞ്ചമിൻ നെതന്യാഹുവാണ് വ്യക്തമാക്കിയത്. അമേരിക്കൻ ജൂതന്മാരുടെ ഒരു യോഗമുണ്ടായിരുന്നു. ഈ യോഗത്തിനകത്ത് അടുത്ത ആഴ്ച ഇവിടേക്കാണ് ഏത് രാഷ്ട്ര നേതാവാണ് എത്തുന്നതെന്ന് ചോദ്യത്തിന് അടുത്ത ആഴ്ച ഇവിടെ എത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയാണെന്ന് ബെഞ്ചമിൻ നെതന്യാഹു തന്നെ വ്യക്തമാക്കി. പ്രധാനമന്ത്രിയുടെ ഓഫീസും അക്കാര്യം സ്ഥിരീകരിച്ചിട്ടുണ്ട്. അടുത്ത ആഴ്ച തന്നെ ചില തന്ത്രപ്രധാനമായിട്ടുള്ള കാര്യങ്ങളിൽ തീരുമാനമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും പ്രതിരോധം, ഊർജ്ജം, വാണിജ്യം തുടങ്ങിയ മേഖലകളിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഊഷ്മളമാക്കുന്നതിന്റെ ഭാഗമായിട്ടുള്ള സന്ദർശനമാണെന്നാണ് അറിയാൻ കഴിയുന്നത്. അടുത്ത ആഴ്ച അതായത് 24, 25 തീയതികളിലായി പ്രധാനമന്ത്രി ഇസ്രായേലിലേക്ക് പോകും എന്നതാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം. വിനീത. ശരി അഭിനന്ദ്, എപ്സ്റ്റീൻ ഫയൽസ് വിവാദത്തിനിടെയാണ് പ്രധാനമന്ത്രി വീണ്ടും ഇസ്രായേലിലേക്ക് പോകുന്നതെന്നത് ശ്രദ്ധേയമാണ്. ഏതായാലും പ്രതിപക്ഷം ഇത് ആയുധമാക്കുമെന്ന കാര്യത്തിൽ തർക്കമില്ല.